കേരളത്തിൽ ജീവിക്കുന്ന കുറേ ഒരു ശതമാനം ആൾക്കാരും ജീവിക്കുന്നത് ഒരു 25,000 അതിൽ കുറവോ സാലറിയിലാണ്. അപ്പോൾ ഞാൻ മനസ്സോട് വിചാരിക്കുകയാണ്, എന്ത് അത്ഭുതത്തിലാണ് ഇവർ ജീവിച്ചു പോകുന്നത് എന്നുള്ളതല്ലോ. അതായത് അവരുടെ ധൈര്യം എന്താണ്, അവർ ആ ഏണിങ്സ് കൊണ്ട് എത്രത്തോളം സാറ്റിസ്ഫാക്ടറി ആയിട്ടാണ് ജീവിച്ചു പോകുന്നത്, അവരുടെ ഉള്ളിലുണ്ടാകുന്ന പ്രഷർ എന്താണെന്നൊക്കെ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അത് ശരിയാണ്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഉള്ള ഏണിങ്സിനനുസരിച്ച് ജീവിതത്തെ സെറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സേവിങ്സ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അജണ്ടയെ അല്ലാത്തൊരു പ്രശ്നമുണ്ട്. കുറച്ച് എമൗണ്ടെങ്കിലും സേവിങ്സിന്, ഇപ്പം നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു എന്താണ് കണ്ടിൻജൻസി വരികയാണെങ്കിൽ, ഒരു പെട്ടെന്ന് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഇൻക്ലൂഡിങ് ടയർ പൊട്ടുന്നതാവട്ടെ, അല്ലെങ്കിൽ എന്തൊരു ഹോസ്പിറ്റൽ കേസാവട്ടെ, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഒരു സംഭവത്തെ മീറ്റ് ചെയ്യാൻ ആ സമയത്ത് മറ്റാരുടെങ്കിലും എടുത്ത് കടം വാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഈ കടം വീട്ടാൻ അയാളുടെ കയ്യിൽ ഫണ്ടില്ലല്ലോ. ഈ 1000 വീട്ടാൻ ഇയാൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചിന്തിക്കാറ്. അത് അങ്ങനെ വരുമ്പോൾ അയാളുടെ ബജറ്റ് ആകെ പൊട്ടുന്നുണ്ട്. പിന്നെ അത് മാനേജ് ചെയ്യാൻ റോളിംഗ് ആണ് സംവിധാനമായിട്ട്. ഒരു കണക്കിന് ഈ കടം കൊടുക്കുന്നു, കടം വാങ്ങുന്നു എന്ന കൾച്ചർ പ്രത്യേകിച്ച് ഒരു ഏരിയയിലേക്ക്, മലബാർ റീജിയനിലൊക്കെ നന്നായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത് ഉള്ളിടത്ത് ഈ പ്രശ്നങ്ങൾക്ക് എപ്പം കണ്ടിൻജൻസി ഉണ്ടെങ്കിലും സുഹൃത്തിനെ വിളിക്കുക എന്നുള്ള ഒരു സംഗതി ഉണ്ട്. അത് പോസിറ്റീവ് തന്നെയാണ്. അതേ സമയത്ത് ഇത് ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ ഇതില്ലാത്ത ആളുകളുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ഇത് തിരിച്ചു കൊടുക്കണമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു സേവിങ്സിൻ്റെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അത് ചെറിയ 16,000 സാലറി ഉള്ളവനാവട്ടെ, 20,000 സാലറി ഉള്ളവനാവട്ടെ, 25,000 ആവട്ടെ, 30,000, എത്രയാണെങ്കിലും അതിലൊരു നിശ്ചിത പേഴ്സൻറ്റേജെങ്കിലും സേവിങ്സിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാൻ കഴിയും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 16,000 ഉള്ളവന് 1,000 രൂപ സേവിങ്സിലേക്ക് ഒരു പക്ഷേ മാറ്റി വെക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു അജണ്ടയായി അല്ലെങ്കിൽ ഒരു പ്ലാനായിട്ട് തന്നെ ഉണ്ടാവണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഉണ്ട് എങ്കിൽ ഒരു ചെറിയൊരു ശതമാനം വരെ ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ കഴിയും. ഇനി മറ്റൊരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ, ഈ സേവിങ്സിലേക്ക് ഫസ്റ്റിൽ തന്നെ സേവിങ്സ് ഉണ്ട് എങ്കിൽ അയാളുടെ പ്രഷർ എത്രത്തോളം സേവ് ചെയ്യുമെന്നുള്ള, അല്ലെങ്കിൽ അയാൾ ഭയങ്കര സ്ട്രെസ്ഡായിട്ട് ജീവിക്കേണ്ട സ്ഥിതി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം നേരത്തെ സേവിങ് ഉണ്ടെങ്കിൽ അവനാൻ തന്നെ ഏൺ ചെയ്തതെന്നാണ് കൊടുക്കുന്നത്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, അയാൾ ഒരാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ടാണ് ഇത് കൊടുത്തത് എങ്കിലും നെക്സ്റ്റ് മന്തിൽ അയാളുടെ സാലറി ഈ പറഞ്ഞ എമൗണ്ട് തന്നെയാണ്, കൂടുന്നില്ല. അങ്ങനെയെങ്കിൽ സംഭവിക്കുന്നത് എന്താ അറിയോ, ഈ വാങ്ങിയ പണം ചോദിച്ചിട്ട് അല്ലെങ്കിൽ കടം വാങ്ങിയ ആൾ വിളിക്കും. സ്വാഭാവികമായിട്ട് ഇത്ര ഒരു കാലാവധി പറഞ്ഞിട്ടായിരിക്കും. ആ വിളിക്കുന്ന സമയത്ത് എടുത്തു കൊടുക്കാൻ അയാൾക്ക് ഈ പറഞ്ഞ ഏറിയാൽ 1,000 2,000 ഓരോ മാസവും അയാൾക്ക് മാറ്റി വെക്കാൻ ഉണ്ടാവുള്ളൂ. ഈ ഒരൊറ്റ കടത്തിൻ്റെ പേരിൽ പിന്നീട് അയാൾ കുറേ അധികം മാസങ്ങൾ ഇങ്ങനെ റോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സ്ട്രെസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പകരം നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒരു 1,000 മാറ്റി വെക്കുകയാണെങ്കിലോ, ഇതേ ആക്ടിവിറ്റി തന്നെ നേരത്തെ ചെയ്യുന്നതാണ്, ഓരോ 1,000 വെച്ച് മാറ്റി വെക്കുന്നു എന്നുള്ളത്. ഇയാൾ ഇതിൽ സ്ട്രെസ് അനുഭവിക്കുന്നില്ല. ഓരോ എമൗണ്ട് മാറ്റി വെക്കുന്നു, ആവശ്യം വരുന്ന സമയത്ത് സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അവനവൻ്റെ തന്നെ ഇൻകം അവിടെ ഉള്ളത് കൊണ്ട് അതങ്ങ് നടന്നു പോകുന്നു. ഇതിലൊരു സൈക്കോളജിക്കൽ ഫാക്ടർ കൂടെ കാണണം യുവതലമുറ, അല്ലെങ്കിൽ എല്ലാ ഏണിംഗ് കമ്മ്യൂണിറ്റിയും.